എടാ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് കരുതി വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പൊ നോക്കിയോ, ഇവിടെ ഈ 4 മൂലകളും ഒരു ക്വാഡിലാഡറലിന്റെ അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലാണല്ലേ. ഇങ്ങനെ 4 മൂലകളും വൃത്തത്തിലായ ക്വാഡിലാഡറിനെ നമ്മൾ വിളിക്കുന്ന പേര് സൈക്ലിക് ക്വാഡിലാഡറൽ എന്നാണ്, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ സി, കോൺ സി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചക്രീയ ചതുർഭുജത്തിന് അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡിലാഡറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? വളരെ ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇതിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി വരും. 180 ഡിഗ്രി വരണം. എടാ അപ്പൊ ഇവിടെ 70, ഇവിടെ എത്രയാണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. അപ്പോൾ 70 കഴിഞ്ഞിട്ട് ബാക്കി എത്ര വന്നാൽ മതി? 110 വന്നാൽ മതി. ഇനി സംശയമുള്ളവര് 180 നിന്നും ഈ 70 അങ്ങോട്ട് കുറച്ചോ. 70 അങ്ങോട്ട് കുറയ്ക്കുമ്പോൾ എത്ര വരും? നമുക്ക് ഇതേ നോക്കിയാൽ 0, 1, 1, 110. അപ്പൊ ആംഗിൾ സി എത്ര ഡിഗ്രി എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകളുടെ തുക 180 ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇതൊരു 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഈ ബി എത്രയായിരിക്കും? ഡി 50 ആണെന്ന് പറഞ്ഞാൽ ബി എത്രയായിരിക്കൂടാ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. 50 ഇവിടെ ഉണ്ട്, ബാക്കി എത്ര കൂടി വന്നാൽ മതിടാ? 130. അപ്പൊ ദേ നിങ്ങൾക്കുള്ള ചോദ്യം വളരെ സിമ്പിൾ ഒരു ചോദ്യം. ഇവിടെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. ഡി 80 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി, കോൺ ബി എത്രയാണെന്നൊന്ന് കമന്റ് ചെയ്തേ. വളരെ സിമ്പിൾ ഒരു ചോദ്യം.